വെൽക്കം ടു ATM ആൻഡ് വിത്ഡ്രോ നോളജ്. നമ്മൾ ഇന്ന് ചില യൂസ്ഫുൾ സെൻറ്റൻസസ് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മൾ ഇന്ന് ആദ്യം കാണുന്ന സെൻറ്റൻസ് ഇത് വെച്ചിട്ടുള്ളതാണ്. ടു ഹാവ് ലംപ് ഇൻ ദ ത്രോട്ട്. ടു ഹാവ് ലംപ് ഇൻ ദ ത്രോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമം വരുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒക്കെ നമ്മുടെ കണ്ടമിടറാറുണ്ട്. തൊണ്ടയിടറുക, തൊണ്ടയിൽ ഏതോ തടഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുക, അതുകൊണ്ട് സംസാരിക്കാൻ കഴിയാതെ വരിക, വിഷമം വരുമ്പോൾ, ദേഷ്യം വരുമ്പോഴൊക്കെ. അതിനാണ് ഈ പറയുന്നത് ടു ഹാവ് ലംപ് ഇൻ ദ ത്രോട്ട്. നമുക്കൊരു എക്സാമ്പിൾ പരിശോധിക്കാം. എനിക്ക് എൻ്റെ തൊണ്ടയിടറി, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. വിഷമമാവാം, ദേഷ്യമാവാം, അതുകൊണ്ട് എൻ്റെ തൊണ്ടയിടറിപ്പോയി, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഈ സെൻറ്റൻസ് നോക്കാം. I had lump in my throat, so I could not speak. I had lump in my throat, so I could not speak. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ തൊണ്ടയിടറിപ്പോയി. മറ്റുള്ളവരെ കുറിച്ച് പറയാം. She was unable to express because she had lump in her throat. She was unable to express because she had lump in her throat. അപ്പോൾ തൊണ്ടയിടറുക എന്നുള്ള വേർഡ് ഇങ്ങനെയാണ്, ടു ഹാവ് ലംപ് ഇൻ ദ ത്രോട്ട്. അടുത്തതായി നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. ഇങ്ങനെയുള്ള സംഗതി എങ്ങനെയാണ് പറയുന്നത്? എത്രയും വേഗം കഴിഞ്ഞാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. ഇതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. അത് നമ്മൾ നമ്മുടെ കോൺവെർസേഷനിൽ ഉപയോഗിച്ച് തന്നെ പഠിക്കണം. അത് ഇതാണ്, സൂണർ ദ ബെറ്റർ. സൂണർ ദ ബെറ്റർ. നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ അതൊന്ന് പരിചയപ്പെടാം. എയും ബിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. എ ബിയോട് ചോദിക്കുകയാണ്, ഞാൻ എപ്പോൾ വരണം? വെൻ ഷുഡ് ഐ റീച്ച്? എന്തെങ്കിലും കാര്യം ചെയ്യാനാവാം, എന്തെങ്കിലും വർക്ക് ചെയ്യാനാവാം. അപ്പം എ ചോദിക്കുകയാണ്, വെൻ ഷുഡ് ഐ റീച്ച്? അപ്പം ബി പറയുന്നു, എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. സൂണർ ദ ബെറ്റർ. സൂണർ ദ ബെറ്റർ. അപ്പം ഇത്തരം ഈ എക്സാമ്പിൾ നോക്കിയിട്ട് ഇത്തരം എക്സാമ്പിൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിക്കുക. സൂണർ ദ ബെറ്റർ, എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലത്. നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു സെൻറ്റൻസ് നമുക്ക് മിക്കപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സെൻറ്റൻസ് ആണ്. നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അത് ഇതാണ്, 10 വരെ എണ്ണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ 10 എണ്ണുന്നത് വരെ, 100 എണ്ണുന്നത് വരെ, ഇങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ 100 എണ്ണുന്നത് വരെ ഒരു സംഗതി നിനക്ക് ചെയ്യാമോ? ഉദാഹരണത്തിന്, ഞാൻ 50 എണ്ണുന്നത് വരെ നിനക്ക് ശ്വാസം പിടിച്ച് നിൽക്കാമോ? അല്ലെങ്കിൽ 100 എണ്ണുന്നത് വരെ നിനക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാമോ? ഇങ്ങനെയുള്ള സെന്റൻസസ് അതിനുപയോഗിക്കുന്ന ഒരു രീതി ഇതാണ്, ഫോർ എ കൗണ്ട് ഓഫ്. ഫോർ എ കൗണ്ട് ഓഫ്, ഈ ഓഫിന് ശേഷം എത്ര നേരം എന്നുള്ളതിന് എഴുതി ചേർക്കാം. ഫോർ എ കൗണ്ട് ഓഫ്. ഒരു എക്സാമ്പിൾ നമുക്ക് പരിശോധിക്കാം. ഞാൻ 50 എണ്ണുന്നത് വരെ നിനക്ക് ശ്വാസം പിടിച്ച് നിൽക്കാമോ? 50 എണ്ണുന്നത് വരെ നിനക്ക് ശ്വാസം വിടാതെ പിടിച്ച് നിൽക്കാമോ? എന്താ നിസ്സാരമായിട്ട് ഇങ്ങനെയാണത് നമ്മൾ സംസാരിക്കുന്നത്. ക്യാൻ യു ഹോൾഡ് യുവർ ബ്രെത്ത് ഫോർ എ കൗണ്ട് ഓഫ് 50? ക്യാൻ യു ഹോൾഡ് യുവർ ബ്രെത്ത് ഫോർ എ കൗണ്ട് ഓഫ് 50? അപ്പോൾ 100 എണ്ണുന്നത് വരെ എന്നാണെങ്കിലോ മാറ്റിയാൽ മതി, ക്യാൻ യു ഹോൾഡ് യുവർ ബ്രെത്ത് ഫോർ എ കൗണ്ട് ഓഫ് 100? അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള സെൻറ്റൻസ് മാറ്റി മാറ്റി സ്വന്തമായി ഉണ്ടാക്കി പഠിക്കുക. അടുത്ത ഒരു സെൻറ്റൻസ്, നമുക്ക് ക്ലാസ്സിലും മറ്റും കുട്ടികൾ കുനിക്കൂടിയിരിക്കുന്ന അവസരത്തിൽ അവരോട് നിവർന്നിരിക്കാൻ നമുക്ക് പറയാം. നിവർന്നിരിക്കുക എന്ന് പറയുന്നത് സിറ്റ് അപ്പ് സ്ട്രെയിറ്റ് എന്നാണ്. സിറ്റ് അപ്പ് സ്ട്രെയിറ്റ്. സിറ്റ് സ്ട്രെയിറ്റ് എന്ന് പറയരുത്, സിറ്റ് അപ്പ് സ്ട്രെയിറ്റ്. നിവർന്നിരിക്കുക, കൂനിക്കൂടിയിരിക്കുക സ്ലൗച്ച് ആണ്. അപ്പോൾ സിറ്റ് അപ്പ് സ്ട്രെയിറ്റ്, ഡോണ്ട് സ്ലൗച്ച്. കൂനിക്കൂടിയിരിക്കരുത്, നേരെ ഇരിക്കുക, നിവർന്നിരിക്കുക. അപ്പോൾ ഉപയോഗിച്ച് പഠിക്കണം. സിറ്റ് അപ്പ് സ്ട്രെയിറ്റ്,
സ്ലൗച്ച്. ആരുടെ ഊഴമാണ്? ഇനി ആരുടെ ഊഴമാണ്? നമ്മൾ ചെസ് കളിക്കുമ്പോഴോ ക്യാരംസ് കളിക്കുമ്പോഴോ ചീട്ട് കളിക്കുമ്പോഴൊക്കെ മാറി മാറിയാണ് കളിക്കുന്ന ആൾക്കാർ. നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ആരാ കളിക്കേണ്ടത്? ഇനി ആരുടെ ഊഴമാണ്? ഇനി ആരുടെ ചാൻസ് ആണ്? അത് ഇംഗ്ലീഷിൽ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. ഒന്നിതാണ്, ഹൂസ് ടേൺ ഈസ് ഇറ്റ് നൗ? ഹൂസ് ടേൺ ഈസ് ഇറ്റ് നൗ? അടുത്തത് ഹൂസ് വേണം നമുക്ക് ചോദിക്കാം, ചാൻസ് ഈസ് ഇറ്റ് നൗ? ഹൂസ് ചാൻസ് ഈസ് ഇറ്റ് നൗ? എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേർഡ് ഇത് രണ്ടുമല്ല. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഇങ്ങനെയാണ്. ഇനി ആരാ കളിക്കേണ്ടത്? ഇനി ആരുടെ ഊഴമാണ്? അതാ ഇങ്ങനെയാണ്. ഹൂസ് ഗോ ഈസ് ഇറ്റ് നൗ? ഗോ എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. ഹൂസ് ഗോ ഈസ് ഇറ്റ് നൗ? ഇത്തരം സെന്റൻസസ്, ഇത്തരം വേർഡ്സ് ആണ് നമ്മൾ ഉപയോഗിച്ച് പഠിക്കും. ഇത്തരം സെന്റൻസസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം ഇതൊക്കെ വളരെ കോമൺ ആണ്. സ്പോക്കണിൽ, കൊളോക്കിയലിൽ ഉപയോഗിക്കുന്നത് ഇത്തരമാണ്. ഹൂസ് ഗോ ഈസ് ഇറ്റ് നൗ? ആരാണ് ഇനി കളിക്കേണ്ടത്? ആരുടെ ഊഴമാണ്? ഇനി നമുക്ക് വേണേൽ പറയാം, അപ്പം നിന്റെ ഊഴം, നീ കളി എന്നുള്ള രീതി നമുക്ക് പറയാം. അത് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി നിന്റെ ചാൻസ്, നിന്റെ ഊഴമാണ്. ഇറ്റ് ഈസ് യുവർ go. It's your go now. ഇത് നിന്റെ ഊഴമാണ്. It's your go now. Play വേണം പറയാം. അപ്പോൾ മറക്കരുത്, ആരുടെ ചാൻസ് ആണ് ഇനി, ആരുടെ ഊഴമാണ്? Whose go is it now? It's your go പറയാം. ഇനി അടുത്ത എൻ്റെ ചാൻസ് ആണ്, എൻ്റെ ഊഴമാണെന്ന് പറയാം. It's my go now. It's my go now. അപ്പോൾ ഇത് നാവിൽ കൊണ്ടുവന്ന് പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചില സിമ്പിൾ സംഗതികൾ ചർച്ച ചെയ്തു. ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവ ഉപയോഗിച്ച് പഠിക്കുക. ഇത്തരം സിമ്പിൾ സെൻറ്റൻസസ്, യൂസ്ഫുൾ സെൻറ്റൻസസ്, ഇവയുമായി ഞാൻ വീണ്ടും അടുത്ത വീഡിയോയിൽ വരും. അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക. Till then, take care. Bye. Please like, share and subscribe the channel.